നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അല്പം പ്രതീക്ഷയൊക്കെ നൽകിക്കൊണ്ട് മാർച്ചിലെ ആദ്യത്തെ ആഴ്ച തന്നെ പോസിറ്റീവായി മുന്നോട്ട് വന്നു. സൺഡേ സ്റ്റോക്ക് ടോക്കിൽ നമുക്ക് നോക്കാനുള്ളത് അടുത്ത പ്രഡിക്ഷൻ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. മാർക്കറ്റ് ഇൻഡെക്സ് എങ്ങനെയാകും എന്നൊന്നും പറയാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ സൺഡേ സ്റ്റോക്ക് ടോക്കിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ടെൻഡൻസികളൊന്നും നോക്കാം. മറ്റൊന്ന്, ചില ഷെയറുകൾ നമ്മൾക്ക് ഇപ്പോഴും എപ്പോഴും കൂടെ കൂട്ടാവുന്ന ചില ഷെയറുകളെ പരിചയപ്പെടുക. പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് സൗജന്യമായി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും IIFL സെക്യൂരിറ്റീസ് നൽകുന്ന ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ലിങ്ക് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് സൗജന്യമായി തുടങ്ങാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സൺഡേ സ്റ്റോക്ക് ടോക്ക്. പുതിയതായി വരുന്നവരെ തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അത് ഓപ്പൺ ചെയ്ത് ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റോ ആരംഭിക്കാവുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്, ട്രേഡിങ്ങിന് വേണ്ടിയല്ല. മറ്റൊരു കാര്യമുള്ളത്, മ്യൂച്വൽ ഫണ്ടുകളിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ഷെയർ മാർക്കറ്റിനെ നിന്ന് വ്യത്യസ്തമായി റിസ്ക് അല്പം കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ലോങ് ടൈമിലേക്ക് വേണം കേട്ടോ ഈ പറയുന്നതൊക്കെ. SIP ആയി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതിൽ നല്ല റിട്ടേണുകൾ നിങ്ങൾക്ക് ലോങ് ടൈമിൽ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും കുട്ടികളുടെ കല്യാണത്തിനായാലും അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം നല്ലൊരു എമൗണ്ട് കയ്യിൽ വേണമെന്നുള്ളവർക്ക്, അല്ലെങ്കിൽ അതിൽ നിന്ന് പതുക്കെ വിത്ഡ്രോ ചെയ്ത് നമ്മളുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിന് ഈ മ്യൂച്വൽ ഫണ്ടുകൾ സഹായിക്കും. മ്യൂച്വൽ ഫണ്ടുകളിലെ SIP തുടങ്ങി ലോങ് ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതാണ് നല്ല ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച എങ്ങനെ പെരുമാറിയെന്ന് നിങ്ങൾക്കറിയാം. മാർക്കറ്റ് അല്പം പ്ലസ് ആയിട്ട് തന്നെ നിന്നു. മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ച ഏകദേശം ഒരു 600 പോയിന്റോളം ഉയർന്നാണ് ക്ലോസിങ് നടന്നത്. 21,967 വരെ താണു വന്ന മാർക്കറ്റ് 22,547 അടുത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടായ മാറ്റം ഏകദേശം ഒരു 600 പോയിന്റ്. വെള്ളിയാഴ്ച വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം ഫ്ലാറ്റായി ക്ലോസ് ചെയ്തു. അതും നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. വളരെയേറെ പേരും ഇപ്പോഴും ഇത് ഉറപ്പിച്ചിട്ടില്ല. മാർക്കറ്റ് മുമ്പോട്ട് നീങ്ങുമോ, എങ്ങനെയാണ്, താഴോട്ട് പോകുമോ എന്നൊന്നും. ഒരു 250 പോയിന്റോളം ഇങ്ങോട്ട് കൂടി ഉയർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാം ഏകദേശം മാർക്കറ്റ് ഉയരാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു കടമ്പ കടക്കുകയാണ് നമ്മൾ താഴോട്ടുള്ള യാത്രയുടെ എന്ന് വേണമെങ്കിൽ പറയാം. 22,750-800 ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താണെന്ന് ഏകദേശം നമുക്കൊരു ധാരണയാവും എന്നെനിക്ക് തോന്നുന്നു. അത്രയും ആവുന്നതുവരെ നമ്മളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തിന് നിരാശപ്പെടണം? മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതിലും ശക്തമായ തകർച്ചയുണ്ടായിട്ടുണ്ട്. അതൊക്കെ കയറി പോകുന്ന മാർക്കറ്റാണ്. കഴിഞ്ഞ 4-5 വർഷത്തോളം മാർക്കറ്റ് നന്നായി തന്നെ മുന്നോട്ട് പോയതാണ്. അത് നൽകിയിട്ടുള്ള റിട്ടേൺ ബാക്കിയുള്ള ഏതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാളും കൂടുതൽ ലഭിച്ചിട്ടുമുണ്ട് ആളുകൾക്ക്.
അത് മുതലാക്കിയവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. മാർക്കറ്റിന് കയറി പോകാതിരിക്കാനും വയ്യ. കാരണം ഇത് ഒരു ട്രേഡിംഗ് ആണല്ലോ. വ്യാപാരം എന്ന് പറഞ്ഞാൽ ഇത് കയറുകയും ഇറങ്ങുകയും ചെയ്തെങ്കിലേ അതിനകത്ത് നിന്ന് ക്യാഷ് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ മാർക്കറ്റിനെ കാണുക. ഇനി വരാൻ പോകുന്ന ഇവന്റുകളൊക്കെ നമ്മളെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. അതിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ജോബ് ഡേറ്റകൾ വരാനിരിക്കുന്നു US-ലേക്ക്. ഇപ്പം അതേ കഴിഞ്ഞ ആഴ്ച വന്ന് ഈ യൂറോപ്യൻ സെൻട്രൽ മാർക്കറ്റിൻ്റെ അവലോകനം വന്നു. 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു അവർ. അപ്പോൾ അതൊക്കെ മാർക്കറ്റിനെ അങ്ങനെ പെട്ടെന്ന് സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വലിയ മാറ്റങ്ങളൊന്നും അതിൽ നിന്നും വരാനില്ല. പക്ഷേ ഇതെല്ലാം മാർക്കറ്റിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതെല്ലാം നമ്മളുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. പോസിറ്റീവായി സ്വാധീനിക്കണമെങ്കിൽ അതിൻ്റെതായ സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ വലിയ സാധ്യതകളായി മാറുകയുള്ളൂ. അല്ലാത്തിടത്തോളം അതൊന്നും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയില്ല. അതേസമയം അതിൻ്റെ ടെൻഡൻസി എങ്ങനെയാണോ, ഇപ്പോൾ ഇതിനകത്തൊരു 0.25% കുറച്ചതിന് പകരം ഈ യൂറോപ്യൻ സെൻട്രൽ മാർക്കറ്റ് സെൻട്രൽ ബാങ്ക് അത് കൂട്ടുകയാണ് ചെയ്തിരുന്നെങ്കിലോ ഉറപ്പായിട്ടും മാർക്കറ്റിനെ സ്വാധീനിച്ചത്. കാരണം ഇപ്പോൾ മൈനസായി നിൽക്കുകയാണ് മാർക്കറ്റ്, ഇപ്പോൾ നെഗറ്റീവ് സെന്റിമെന്റ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് മാർക്കറ്റിനെ നെഗറ്റീവായി തന്നെ സ്വാധീനിച്ചനെ. പക്ഷെ അവർ കൂട്ടിയിരിക്കുകയല്ല ചെയ്തത്, കുറച്ചിരിക്കുന്നു. മാർക്കറ്റ് നെഗറ്റീവായി നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉള്ളത് കൊണ്ട് അതൊന്നും മാർക്കറ്റിനെ സ്വാധീനിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതൊക്കെ സ്വാധീനിക്കുന്ന ഒരവസരം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റിലുണ്ടാകുന്ന ഇത്തരം ചലനങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുക. അതുകൊണ്ട് പറയുന്നതാണ്, നമ്മളൊരു പ്രതീക്ഷ നിർഭരമായതുകൊണ്ടാണല്ലോ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും മാർക്കറ്റിൽ നിന്ന് ക്യാഷ് എടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അത് നിലനിർത്തുക, പോസിറ്റീവായി തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ഉള്ള അവസരം വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4-5 ഷെയറുകളെ പരിചയപ്പെടാം. എന്നും കൂടെ കൂട്ടാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എന്നും ഉണ്ടായിരുന്നാലും തെറ്റ് പറയാൻ പറ്റാത്ത ഒരു 5 ഷെയറുകളെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇതൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷനൊന്നുമല്ല. കാരണം ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം വേണം. കാരണം നിങ്ങളുടെ ക്യാഷാണ്, ഇത് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഞാനിതിന് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സജഷൻ വെക്കുകയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കണോ വേണ്ടിയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഇപ്പോൾ ക്യാഷ് ഉള്ളവർക്ക് നിക്ഷേപിക്കാൻ പറ്റിയ അവസരമാണെന്ന് കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മാർക്കറ്റ് താണു വന്നിരിക്കുന്നു. ഈ താഴ്ച നമ്മൾ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മ്യൂച്വൽ ഫണ്ടിലായാലും നിക്ഷേപിക്കുന്നതിന് ഏറ്റവും നല്ലൊരു അവസരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. മാർക്കറ്റ് പിന്നെയും അതിൻ്റെ യാത്ര തുടരുക തന്നെ ചെയ്യും. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയൊക്കെ ആയിരുന്നിട്ടുണ്ട്. നിരാശപ്പെടാനുള്ളവർ നിരാശപ്പെട്ട് കടന്നു പോകും, അല്ലാത്തവർ മാർക്കറ്റിൽ നിന്ന് ലാഭം കൊയ്തുകൊണ്ട് യാത്ര തുടരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയാൻ പോകുന്ന ഷെയറുകൾ നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ എന്നും സൂക്ഷിക്കാവുന്ന ഷെയറുകളാണ്. നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോയിൽ, ഇന്ത്യൻ ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോയിൽ കാണേണ്ട ഒരു 5 ഷെയറുകളാണ് ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഷെയറാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും അതിന് ചില പ്രസക്തിയുണ്ട്. കാരണം മാർക്കറ്റിലുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ അതിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു 5 ഷെയറുകൾ ഉടനെ തന്നെ അത് ഉയർന്നു പോയി നിങ്ങളുടെയൊക്കെ എല്ലാവരും പണക്കാരാകുന്നു, ക്യാഷ് ആകുന്നു എന്നൊന്നും അല്ലാട്ടോ ഈ പറഞ്ഞതിനൊന്നും അർത്ഥം. പക്ഷെ നമ്മളുടെ പൈസ നഷ്ടപ്പെടാതെ നമ്മൾ ആ റിസ്ക് എടുക്കുന്നതിൻ്റെ റിവാർഡ് തരാൻ സാധ്യതയുള്ള 5 ഷെയറുകൾ. ആദ്യമായിട്ട് നമുക്ക് ഫിനാൻസ് മേഖലയിലെ HDFC ബാങ്കിനെ തന്നെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്.
HDFC ബാങ്കിന് ഒരു 2000-ന് മുകളിലേക്ക് എത്തുമെന്ന് പറഞ്ഞു ബ്രോക്കറേജുകളൊക്കെ നിക്ഷേപ സാധ്യത പറഞ്ഞു തുടങ്ങിയിട്ട് മാസങ്ങളായി. പക്ഷെ അതിപ്പോൾ 1688 രൂപയിൽ നിൽക്കുകയാണ്. 1300-നൊക്കെ ഞാൻ നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ അതിൽ നിന്ന് 1800 ഒക്കെ വന്നപ്പോഴൊക്കെ ലാഭമെടുത്ത് മാറിയ ഒരാളും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇതൊക്കെ. 1688 രൂപയ്ക്ക് HDFC ബാങ്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എന്നും സൂക്ഷിക്കാവുന്നതാണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണുകൾ അതിനനുസരിച്ച് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ഇനി അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 1880 ഈ ഒരു വർഷത്തെ ഹൈ കാണിച്ചിരിക്കുന്നത്. 1421 ലോയും. ഇന്ത്യയിലെ 3ാമത്തെ മാർക്കറ്റ് ക്യാപിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് HDFC ബാങ്ക്. അടുത്തത് നമുക്ക് നോക്കാവുന്നത് റിലയൻസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏത് സെക്ടറിലാണെന്നൊക്കെ നിങ്ങൾക്കറിയാം, അതിൻ്റെ പ്രവർത്തനങ്ങളും അറിയാം. എല്ലാ സെക്ടറുകളെയും കണക്കിലെടുത്ത് നമുക്ക് നിക്ഷേപിക്കാൻ നോക്കുമ്പോൾ നിക്ഷേപം നടത്താവുന്ന ഒരു ഷെയറാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. കൺസ്യൂമർ മേഖലയിലായാൽ ഓയിൽ ആൻഡ് ഗ്യാസിലായാൽ ഇതൊക്കെ പരിഗണിക്കാവുന്ന ഒരു ഷെയറാണ്. കാരണം അതിൻ്റെ വിശാലമായ മേഖലകളിൽ അതിന് പ്രവർത്തനങ്ങളുണ്ട്. റീറ്റെയിൽ മേഖലയിൽ എങ്ങനെ നോക്കിയാൽ ഏത് തരത്തിലും അതിന് ഏത് മേഖലയിലും അത് പ്രവർത്തനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ റിന്യൂവബിൾ എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ മേഖലയിലും പ്രവർത്തനമുള്ള ഒരു ഷെയർ ആയതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് അതിൽ നിക്ഷേപിച്ചുകൂടാ? ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോ വളരുന്നതനുസരിച്ച് വളരുന്ന ഒരു കമ്പനിയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരെണ്ണം വാങ്ങാൻ പറ്റുമെങ്കിൽ ഒരെണ്ണം വാങ്ങുക, അത് നിക്ഷേപിച്ച് സൂക്ഷിക്കുക, വീണ്ടും അതിൻ്റെ സമയത്ത് വീണ്ടും ഒരെണ്ണം വാങ്ങുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കോടികൾ മുടക്കി അത് വാങ്ങി അത് നഷ്ടത്തിലാവും അങ്ങനെയൊന്നും ആലോചിക്കണ്ട. നമ്മളുടെ സൗകര്യം അനുസരിച്ച് 1-2 ഷെയറുകൾ നിങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബെനിഫിറ്റ് നൽകുന്നതാണ്. 1246 രൂപയിലാണ് ഇപ്പോൾ അത് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 1608 രൂപയാണ് ഇയറിലെ ലോ ഹൈ കാണിച്ചിരിക്കുന്നത്. ലോ 1156. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് മാർക്കറ്റ് ക്യാപിറ്റൽ അനുസരിച്ച്. അപ്പോൾ റിലയൻസിനെ നിങ്ങൾ വിട്ടുകളയേണ്ട. അത് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കമ്പനിയാണ്. അതായത് ഇന്ത്യയിലെ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവരുടെ മിക്കവാറും പേരുടെ പോർട്ട്ഫോളിയോയിലുള്ള ഷെയർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി തന്നെയാണ്. മറ്റൊന്ന് നമ്മുടെ ഫാർമ മേഖലയിലുള്ള ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഈ അടുത്തിടെ വളരെ താണങ്ങനെ കിടക്കുകയാണ്. കുറേ നാളുകളായി അതിന് വലിയ പ്രവർത്തനങ്ങൾ, വലിയ മുന്നേറ്റങ്ങളൊന്നും കാണിക്കാനായിട്ടില്ല. 1133 രൂപയിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. ഏകദേശം അതിൻ്റെ ഒരു 52 വീക്ക് ലോയ്ക്ക് അടുത്ത് നിൽക്കുന്നു. 1103 രൂപയാണ് ലോ കിടക്കുന്നത്. 1421 ഈ വർഷത്തെ ഹൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫാർമ മേഖലയിൽ സ്റ്റെബിലൈസ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയാണെന്നുള്ള രീതിയിലാണ് ഞാനതിനെ ഇതിൽ ഉൾപ്പെടുത്തിയത്. അടുത്തൊന്നും വിട്ടെറിഞ്ഞു പോകാനോ ഒടിഞ്ഞു പോകാനോ സാധ്യതയില്ലാത്ത ഒരു കമ്പനി എന്ന നിലയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നും കൊണ്ടേ നടക്കാവുന്ന, എന്നും അതിനെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്ന കമ്പനി തന്നെയാണ് ഡോക്ടർ റെഡ്ഡീസ് ലാബ്. മറ്റൊന്ന് ഇൻഫോസിസ് ആണ്. ഇന്ത്യയിലെ ടെക്നോളജി സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കാലഘട്ടത്തിൽ മുതൽ ഇന്നും നിലനിൽക്കുന്ന, ഇന്നും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇൻഫോസിസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. നാരായണമൂർത്തിയെയും നന്ദൻ നീലഖനിയെയും ഒക്കെ പരിചയമില്ലാത്തവർ ഉണ്ടാവില്ല. അതിൻ്റെ സ്ഥാപനത്തിലൂടെ ഇൻഫോസിസ് എന്ന സ്ഥാപനം ഉണ്ടാക്കിയതിലൂടെ വളരെയേറെ പ്രശസ്തരായ വ്യക്തികളാണ്. ഇന്ത്യൻ എക്കണോമിയെ വളരെയേറെ സ്വാധീനിച്ച ഒരു കമ്പനിയാണ് ഇൻഫോസിസ്. അതിൽ നിക്ഷേപിച്ചിരുന്നവർ കോടീശ്വരന്മാരൊക്കെ ആയിട്ടുണ്ടാവും. ആദ്യം ഒരു 100 ഷെയർ വാങ്ങിയ ആളുകൾ ഇന്ന് തീർച്ചയായിട്ടും വലിയ കോടീശ്വരന്മാരാണത്. വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോലും ഒരു ട്രേഡിങ് നടത്താതെ. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. 1685 രൂപയിൽ ട്രേഡിംഗ് നടക്കുന്നു. അതിൻ്റെ ഈ വർഷത്തെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2006 രൂപയാണ്. 1358 ലോ കിടക്കുന്നത്. അപ്പോൾ അതിന് ഒരു സാധ്യതയുണ്ട്. ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്നും പുതിയ മേഖലകൾ തേടുന്നുണ്ട് അവർ IT മേഖലയിൽ.
ഇപ്പോൾ AI അവരുടെ ശ്രദ്ധ ഒരുപാട് തിരിഞ്ഞിട്ടുണ്ട്. അവരതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വർഷമാണ് 2026. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഇൻഫോസിസിനെ നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഒരല്പമെങ്കിലും ഷെയറുകൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ഇന്ത്യൻ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലാണ് ഞാനതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായിരിക്കുമെന്ന് പറയുന്നത്. മറ്റൊന്ന് CDSL ആണ്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് ആണ്. ഇതിന് ഞാൻ ഉൾപ്പെടുത്തിയത് അതിൻ്റെ വളർച്ച ഏത് രീതിയിലാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ ഒരു വർഷങ്ങളിലൊക്കെ മൾട്ടി ബാഗ് റിട്ടേണുകൾ നൽകിയ കമ്പനിയാണ്. ആ രീതിയിൽ അതിന് ഉയർച്ചയുണ്ടായിട്ടുണ്ട്. CDSL പിന്നെ ഇതിനകത്ത് സ്റ്റോക്കിൻ്റെ DP അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പ്രാതിനിധ്യമുള്ള കമ്പനിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയർ ട്രേഡിംഗ് നടത്തുന്നിടത്തോളം കാലം നിലനിൽപ്പുള്ള ഒരു കമ്പനിയാണ്. ഷെയർ ട്രേഡിംഗ് ഒക്കെ അവസാനിച്ചാലായിരിക്കും CDSLന് സാധ്യതകൾ ഇല്ലാണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഡെപ്പോസിറ്ററികളിലാണ്. അതിന് കൈകാര്യം ചെയ്യുന്നവരാണ് സെൻട്രൽ ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കമ്പനി ഇപ്പോൾ 1152 രൂപയിൽ ട്രേഡ് ചെയ്യുന്നു. അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 811 1989 രൂപ ഹൈ കാണിച്ചു. അപ്പോൾ 811 രൂപ വരെയാണ് ലോ കാണിച്ചിട്ടുള്ളത്. 1152 ട്രേഡ് ചെയ്യുന്നു. അതിനൊരു സാധ്യത എപ്പോഴും ഇപ്പോൾ ഒരുപാട് നിക്ഷേപകർ അതിന് ബൈ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമൊക്കെ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയ കമ്പനിയാണ്. അതിന് നിക്ഷേപം ഉള്ളവർക്കറിയാം അതിൻ്റെ റിട്ടേണുകൾ എത്ര ഉണ്ടായിരുന്നു. 370% റിട്ടേണുകൾ അത് നൽകി കഴിഞ്ഞ വർഷം. അപ്പോൾ അതിന് ഇനിയും ഒരു സാധ്യതയുണ്ടെന്നുള്ളതാണ് എല്ലാവരും തന്നെ പറയുന്നത്. കാരണം മാർക്കറ്റിലെ അതിൻ്റെ പ്രസൻസിനനുസരിച്ചുള്ള ഒരു വാല്യൂ അല്ല ഇപ്പോൾ ഉള്ളതെന്ന് അവർ പറയുന്നു. അതിന് മുന്നേറാൻ ഒരുപാട് സാധ്യതകൾ കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ 5 ഷെയറുകളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിക്ഷേപിച്ചു തുടങ്ങാൻ വേണ്ടിയൊന്നുമല്ല. ഇത് നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഷെയറുകളാണിതൊക്കെ. ഈ 5 ഷെയറുകളെ നിങ്ങൾക്ക് അതിൻ്റെ സാധ്യതകളനുസരിച്ച് മാറ്റിയും മറിച്ചും പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കൂടുതൽ റിട്ടേണുകൾ കിട്ടുക. ഇൻഫോസിസിലെല്ലാം നിക്ഷേപിക്കുകയല്ല, അല്ലെങ്കിൽ റിലയൻസിലെല്ലാം നിക്ഷേപിക്കുകയല്ല. റിലയൻസിൽ നിക്ഷേപിക്കേണ്ടത് ഇപ്പോൾ കുറവ് കാണിച്ചാൽ മതിയെങ്കിൽ ഇൻഫോസിസിൽ കുറച്ച് കൂടുതൽ കാണിക്കാവുന്നതാണ് ഇപ്പോൾ നിക്ഷേപം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മുതലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. IIFL സെക്യൂരിറ്റീസിൻ്റെ അക്കൗണ്ടാണ്. സെക്യൂരിറ്റീസിലാണ് DP അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് തന്നെ തുറന്നുകൊണ്ട് നിങ്ങളുടെ ഇതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സഹായിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴാണ് മാർക്കറ്റ് നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ആവുന്നത്. അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനാണ് മാർക്കറ്റിൽ നിന്ന് ഇനി കൂടുതൽ റിട്ടേണുകൾ ഉണ്ടാക്കാൻ കഴിയുക. കാരണം ഇപ്പോൾ മാർക്കറ്റ് താണു കിടക്കുകയാണ്. ഇപ്പോൾ ആരംഭിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP പോലും നിങ്ങൾക്ക് നല്ല റിട്ടേണുകൾ തരും. ഏറ്റവും കൂടിയ റിട്ടേണുകൾ കിട്ടുന്നത് അതിൽ നിന്നായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും പുതിയ ഇൻവെസ്റ്റേഴ്സ് കടന്നു വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.